ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു ഞാനും കീർത്തിയും എൻഗേജ്മെന്റ് വരെ എത്തിയത്. ഇന്ന് ഇത്രയും കമന്റ് കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല, ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇന്ന് നിങ്ങളുടെ ഈ കമന്റ്സ് ഒക്കെ കാണുമ്പോഴാണ് അന്ന് അത്രയും കഷ്ടപ്പെട്ടതിനൊക്കെ ഒരു അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുരുദേവ്, വെൽക്കം ബാക്ക്. അങ്ങനെ എന്റെ കീർത്തിയുടെ എൻഗേജ്മെന്റ് ഒരു ഒടുക്കത്തെ അനുഭവമായിരുന്നു തന്നത്. 2 സ്റ്റേറ്റ് ലവ് ആയതുകൊണ്ട് എൻഗേജ്മെന്റ് പെണ്ണിന്റെ ഭാഗത്തും കല്യാണം ആണിന്റെ ഭാഗത്തുമാണ് ഉണ്ടായത്. അതുകൊണ്ട് എൻഗേജ്മെന്റ് മൊത്തം കർണാടക ട്രഡീഷണൽ ആയിരുന്നു കിട്ടിയത്. കേരള ട്രഡീഷനേക്കാളും വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു അവർ കർണാടക ട്രഡീഷണലിൽ എൻഗേജ്മെന്റ് നടത്തിയത്. കാസർഗോഡിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഇത്രയും ദൂരമായതുകൊണ്ട് എന്റെ ഫാമിലിയിൽ നിന്ന് ഒരു 10-15 പേര് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഗുരുദേവിന്റെ ജിയും കീർത്തനയുടെ കെയും വെച്ച് ചുമ്മാ വെച്ചൊരു പേരായിരുന്നു ജി കെ എന്നത്. ആ പേര് വെച്ച് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജി കെ എന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങും. ആ യൂട്യൂബിൽ നിന്ന് ഇവിടം വരെയൊക്കെ എത്തി നിൽക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല. ആദ്യത്തെ ചടങ്ങ് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയതിനു ശേഷമാണ് ശരിക്കും എൻഗേജ്മെന്റിലേക്ക് എത്തിയത്. ശരിക്കും അവരുടെ എൻഗേജ്മെന്റ് ട്രഡീഷൻസ് കണ്ടപ്പോൾ ഇത് എൻഗേജ്മെന്റ് തന്നെയാണോ അതോ ഇനി കല്യാണമാണോ എന്ന് തോന്നിപ്പോയി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതുപോലൊരു ഹാപ്പി മൂമെന്റ്സ് കിട്ടണമെങ്കിൽ പാരന്റ്സിന്റെ സപ്പോർട്ട് അതെന്തായാലും വേണം. അവരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഞാനും കീർത്തുട്ടി ഇന്ന് ഇവിടം വരെ എത്തില്ലായിരുന്നു. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരിക്കലും അറേഞ്ച് മാരേജ് ചെയ്യരുതെന്നാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഡിവോഴ്സായി പോകുന്നതും അറേഞ്ച് മാരേജ് ചെയ്തവരാണ്. ലവ് മാരേജിൽ അതൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, എന്നാലും 95% അറേഞ്ച് മാരേജിൽ തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്റെ കാഴ്ചപ്പാടിലുള്ള അറേഞ്ച് മാരേജ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു ബത്തക്ക വാങ്ങിയിട്ട് വീട്ടിൽ പോയി മുറിച്ച് നോക്കി അത് കഴിക്കുമ്പോൾ അതിന് മധുരമില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് തന്നെയാണ് അറേഞ്ച് മാരേജ്. പാരന്റ്സ് കാണിച്ചു തരുന്ന ഒരാൾ ഒരിക്കലും കല്യാണം കഴിക്കാൻ നിൽക്കരുത്. നിങ്ങൾ കാണിക്കുന്നത് ആരെയാണോ അയാളെയാണ് പാരന്റ്സ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. കാലം മാറിയില്ലേ, ഇനി നിങ്ങൾ ഒരാളെ സ്നേഹിക്കുക, എന്നിട്ട് അയാൾ നിങ്ങൾക്ക് യോജിച്ച ഒരാളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവളുടെ അല്ല അയാളുടെ സ്വഭാവം നല്ലതാണോ മോശമാണോ എന്ന് ലവ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഉപദേശിച്ചതല്ല, ഇതെന്റെ മാത്രം അഭിപ്രായം കേട്ടോ പറഞ്ഞത്. എൻഗേജ്മെന്റ് കീർത്തുട്ടി എനിക്ക് ഐഫോൺ ആയിരുന്നു ഗിഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ അതൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അത് അവളുടെ പാരന്റ്സിന്റെ ക്യാഷ് കൊണ്ട് വാങ്ങി തന്നതല്ല കേട്ടോ, കീർത്തുട്ടി തന്നെ വർക്ക് ചെയ്തുണ്ടാക്കിയ ക്യാഷ് കൊണ്ട് വാങ്ങി തന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലവ് ചെയ്തിട്ടാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആയതിനു ശേഷം മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. ലവ് ചെയ്ത് കല്യാണം കഴിഞ്ഞ കയ്യിൽ ക്യാഷും ഇല്ലെങ്കിൽ വളരെ കഷ്ടപ്പാടായിരിക്കും നിങ്ങളുടെ ജീവിതം. അതുകൊണ്ട് ലവ് ചെയ്യുമ്പോൾ തന്നെ സേവിങ്സ് ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ ഇതാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് റിംഗ്. ഒരേ റിംഗിൽ രണ്ടുപേരുടെയും പേര് വരുന്ന രീതിയിലാണ് ഞങ്ങൾ എൻഗേജ്മെന്റ് റിംഗ് ചെയ്തത്. അതായത് കീർത്തിയുടെ റിംഗിൽ ഗുരുദേവ് കീർത്തന എന്നും എന്റെ റിംഗിൽ കീർത്തന ഗുരുദേവ് എന്നാണ് ഉള്ളത്. അപ്പൊ ഇപ്പൊ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങളെപ്പോലെ തന്നെ ഒരുമിക്കാൻ പറ്റട്ടെ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.